വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ കാക്കനാടാണ് ഉള്ളത് കേട്ടോ. കാക്കനാട് ആശ്മീരിൻ്റെയും ടിൻസോൻ്റെയും കൂടെ നിൽക്കാൻ വേണ്ടി 2 ദിവസം നിൽക്കാൻ വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഈവനിങ് ആയിപ്പോൾ പറഞ്ഞു വന്നാൽ ചെറായി ബീച്ച് വരെ ഒന്ന് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒട്ടും മഴ ഉണ്ടായിരുന്നില്ല. പക്ഷേ വഴിയിൽ വെച്ച് നല്ല മഴയിൽ പെട്ടു. എനിവേ ഇറങ്ങിയതല്ലേ, ഞങ്ങൾ ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ വലിയ മഴയൊന്നും ഇല്ല കേട്ടോ. അവിടെ ചെറിയ തുള്ളിയായിട്ട് മഴയുള്ളൂ. എനിവേ കാറ് പാർക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ടാകും കേട്ടോ. ഞങ്ങളങ്ങനെ അവിടെ റോഡ് സൈഡിൽ സ്നാക്സൊക്കെ വിൽക്കുന്ന കടകളുണ്ട്, ഐസ്ക്രീം വിൽക്കുന്ന കടകൾ, അങ്ങനെ ചെറിയ ചെറിയ കടകളുണ്ട്. അങ്ങനെ ഞങ്ങൾ സ്നാക്സിൻ്റെ കടകളിൽ ചെന്നു കേട്ടോ. അവിടെ ഇഷ്ടം പോലെ പല ടൈപ്പിലുള്ള സ്നാക്സ് വെച്ചിട്ടുണ്ട്. ചൂടുള്ളത് മുളകുകളൊക്കെ കണ്ടോ, നല്ല കളർഫുൾ മുളകുകൾ, നല്ല അലങ്കാരമായിട്ടൊക്കെ അവർ തൂക്കിയിട്ടിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം പക്ഷേ മുളക് ബജ്ജി തന്നെയാട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത്. അങ്ങനെ 3 മുളക് ബജ്ജി വാങ്ങി. അതിൻ്റെ കൂടെ കുറച്ച് സോസ് തരുന്നുണ്ട് കണ്ടോ, നല്ല ചുമന്ന കളറിലുള്ള സോസ്, എന്തൊക്കെയാണാവോ. എനിവേ അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ഞങ്ങൾ കഴിച്ചു. ആശ്മയുടെ കഴിക്കൽ കണ്ടോ. എനിവേ ഞങ്ങൾ വാങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഒരു 3 മുട്ട ബജ്ജിയും കൂടി വാങ്ങി. അതും ഞങ്ങൾ കഴിച്ചു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി ബീച്ചിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ബീച്ചിലേക്ക് ഇറങ്ങണേക്ക് മുമ്പ് ഞങ്ങൾ 3 പേരും കൂടി ഒരു ഫോട്ടോ എടുത്ത്, അത് കഴിഞ്ഞിട്ട് റോഡിൻ്റെ സൈഡിൽ തന്നെ നിന്ന് ഒരു ഫോട്ടോ എടുത്തു കേട്ടോ. ഇനി ഞങ്ങൾ ബീച്ചിലേക്ക് പോവാണ്. വെള്ളത്തിൽ ഇറങ്ങണ്ടെന്ന് പ്ലാൻ ചെയ്തൊക്കെ വന്നതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞാനും ആശ്മി വെള്ളത്തിലിറങ്ങി. കുറച്ച് നേരമൊക്കെ വെള്ളത്തിൽ കളിച്ചു. ടിൻസും ഇറങ്ങിയില്ല കേട്ടോ. അവിടെ കരയ്ക്ക് തന്നെ നിൽക്കുകയാണ്. ഒത്തിരി ആൾക്കാരുണ്ട് അവിടെ. ആളുകളൊക്കെ വെള്ളത്തിലൊക്കെ ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഒത്തിരി താഴേക്ക് ഇറങ്ങുന്നില്ല. കാരണം നല്ല മഴ ദിവസമല്ലേ, പെട്ടെന്ന് തിരമാല വന്ന് ഇത് പെട്ടുപോയാലൊന്നും എല്ലാവർക്കും പേരുണ്ട്. നല്ല ക്ലൈമറ്റ്, വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ നല്ല രസമുണ്ട് ഇറങ്ങാനായിട്ട്. ഞാനും കുറച്ച് നേരമൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി അത്യാവശ്യം കളിച്ചു. ഞങ്ങൾ 2 പേരും. പിന്നെ അപ്പുറത്തൊക്കെ ആൾക്കാർ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്. റിസോർട്ടൊക്കെ അടുത്തുള്ളത് കൊണ്ട് അവിടെ റിസോർട്ടിൽ റൂം എടുക്കുന്നവരൊക്കെ അവരവിടെ വന്ന് നൈറ്റിലൊക്കെ ഇരുന്ന് കിടക്കാറൊക്കെ ആകുമ്പോൾ പോകളായിരിക്കും ഫുഡൊക്കെ കഴിച്ച്. എനിവേ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നന്നായിട്ട് തിമിർത്ത് ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചിട്ട് 9 മണിയായി, 9-9:30 ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകണം. അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി. ഇപ്പോൾ ചെറിയ തുള്ളി മഴകൾ പിന്നെയും പെയ്യുന്നുണ്ട് കേട്ടോ. ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ബസ്സുകളൊക്കെ ഉണ്ട്. നല്ല നീറ്റായിട്ടുള്ള ബീച്ചാണ്. അടുത്ത് തന്നെ നല്ല റിസോർട്ടുകളൊക്കെ ഉണ്ട്, നമുക്ക് താമസിക്കാം. അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവാണ് കേട്ടോ. നല്ലൊരു സന്തോഷമുള്ള നൈറ്റായിരുന്നു കേട്ടോ. ഈവനിങ് റൈഡ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിന് മുന്നേ കുറച്ച് ഫോട്ടോകൾ വേറെ എടുത്തു കേട്ടോ ഞങ്ങൾ. എനിവേ ബൈ.